ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് കുറച്ച് ഡിലേ ആയിട്ടുണ്ട് സെഷൻ സ്റ്റാർട്ട് ചെയ്യാൻ. എനിവേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ഇന്നലെ നമ്മൾ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ മഹേഷ് സാർ ട്രേഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഡിസ്കോഡ് കമ്മ്യൂണിറ്റിയിൽ. അപ്പോൾ അതിൽ സെൽ എൻട്രി എടുക്കുന്നതിൽ ചില ആൾക്കാർക്ക് എങ്ങനെയാണ് എന്നുള്ളതിൽ ചെറിയൊരു ഡൗട്ട് ഉണ്ട്. അപ്പോൾ അതൊന്ന് ബ്രേക്ക് ഡൗൺ ആക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ ഞാൻ അൺഫോർച്ചുനേറ്റ്ലി അത് ഇന്നലെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ ലൈവിൻ്റെ കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ. അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കാം, എങ്ങനെയാണ് ആ ഒരു ട്രേഡ് എടുത്തതെന്നുള്ളത്. കുറച്ച് റിസ്കി ട്രേഡ് ആണ്. മേ ബി നിങ്ങൾ 50 മിനിറ്റ്സ് മാത്രമൊക്കെ നോക്കിയിട്ട് അവിടെ നോക്കുന്ന ടൈമിൽ പ്രത്യേകിച്ച് ഒന്നും കിട്ടൂല. ഓക്കെ, ഒരു കണ്ടിന്യൂഷൻ ട്രേഡ് ആണ്. ഓക്കെ. അപ്പൊ അത് ഇതായിരുന്നു ആ ഒരു ട്രേഡ്, 1 മിനിറ്റിലുള്ള ട്രേഡ് ആയിരുന്നു. ഓക്കെ, ജസ്റ്റ് അത് ഇങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്യാം നമുക്ക് ആദ്യം. ഓക്കെ, ഇതായിരുന്നു ആ ഒരു സെൽ എൻട്രി ഉണ്ടായിരുന്നത്. അപ്പൊ ഇതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹയർ ടൈം ഫ്രെയിംസ് ഒക്കെ നോക്കുന്ന ടൈമിൽ ഓൾറെഡി മാർക്കറ്റ് ഒരു സെല്ല് ഇറങ്ങി വരികയാണ്. ഓക്കെ, നമ്മൾ മിനിഞ്ഞാന്ന് പ്ലാൻ ചെയ്ത ഒരു സെല്ല് ഉണ്ടായിരുന്നു, ഇവിടുന്ന് ഈ ഒരു ഏരിയ തട്ടിയിട്ട് ഇറങ്ങി വരികയാണ്. അപ്പൊ ആ ഒരു സെല്ല് അവിടുന്ന് ഇങ്ങനെ വരുന്നുണ്ട്. ദെൻ അതിന്റെ ബേസിൽ 50 മിനിറ്റിലും എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ വീണ്ടും ആ ഒരു സെല്ലിംഗ് പോയിന്റ് ഒക്കെ എടുത്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സെല്ലിംഗ് ഇങ്ങനെ വരുന്നുണ്ട്. സോറി, ഇവിടുന്ന് കേട്ടോ, ഇവിടുന്ന് ഈ സെല്ലൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ ലിക്വിഡിറ്റീസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഓൾറെഡി മാർക്കറ്റിന്റെ ഫ്ലോ താഴത്തോട്ടാണ്. പിന്നെ ഇവിടെ കുറെ ലിക്വിഡിറ്റീസും റെസ്റ്റിംഗ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. സോ നമുക്ക് അവിടെ ഒരു സെല്ലിനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ കൗണ്ടർ എൻട്രി ആയിട്ട് എടുക്കാന്നുള്ള ലെവലിലാണ്. അതിൽ നമ്മൾ വലിയ റിവാർഡ് വെക്കൂല, വലിയ റിസ്ക് കൊടുക്കൂല. ഓക്കെ, അങ്ങനെ ആയിരുന്നു ആ ഒരു ട്രേഡ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, വന്നിട്ടുണ്ടായിരുന്നു. 1 മിനിറ്റിലോട്ട് പോകുന്ന ടൈമില് ഓക്കെ, ഇതായിരുന്നു ആ ഒരു ട്രേഡ്. ഓക്കെ, ഓൾറെഡി ഇവിടുന്നൊക്കെ മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഏരിയ തട്ടിയിട്ട് ഇറങ്ങുകയാണ്. ഇവിടുന്ന് മാർക്കറ്റ് ഇവിടുന്നൊക്കെ ആ ഒരു സെല്ലിന്റെ ഫ്ലോ ആണ്. ഫ്ലോ മാർക്കറ്റിൽ എന്താണ്, സെല്ലിലോട്ടാണ്. 1 മിനിറ്റ് എന്തിലാണ്, സെല്ലിലാണ്. പിന്നെ 1 മിനിറ്റ് നോക്കുന്ന ടൈമിൽ ഇവിടെ കുറേ ലിക്വിഡിറ്റീസ് റെസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു ലിക്വിഡിറ്റീസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് എന്തായാലും ഒരു കറക്ഷൻ പുൾ ബാക്ക് തരും എന്നുള്ളത് നമുക്കറിയാം. ഓക്കെ, ദെൻ കണ്ടോ, ഇവിടെ ഈ ഒരു 15 മിനിറ്റിന്റെ 1 മിനിറ്റിന്റെ ഈ ഒരു ഏരിയ ഉണ്ട്. ഒക്കെ കുറേ കൺഫർമേഷൻ നോക്കിയിട്ട് മാത്രമാണ് നമ്മൾ അങ്ങനെ ഒരു കൗണ്ടർ ട്രേഡ് എടുക്കുക, അല്ലെങ്കിൽ നമ്മൾ കൗണ്ടർ ട്രേഡേ എടുക്കൂല. അപ്പൊ ഇതിന്മേലും ഇവിടെ കുറേ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തു. ഇതും മാർക്കറ്റ് എന്ത് ചെയ്തു, സ്വീപ്പ് ചെയ്തു. പിന്നെ ഇവിടുന്ന് ഒരു പുൾ ബാക്ക് എന്തായാലും ഉണ്ടാവും. ട്രെൻഡ് അപ്പ്ക്കാണ്, ഡയറക്ഷൻ ഒക്കെ അപ്പ്ക്കാണ്, പക്ഷെ ഒരു പുൾ ബാക്ക് ഉണ്ടാവും. പുൾ ബാക്ക് നോക്കുകയാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ കുറേ കൺഫർമേഷൻസ് ഉള്ള പുൾ ബാക്കിൽ മാത്രം പോയിട്ട് നമ്മൾ റിസ്കി ട്രേഡ് നോക്കിയാൽ മതി. ദെൻ ഇവിടെയും ഒരു 1 മിനിറ്റിൽ എന്ത് ചെയ്തു, ഒരു ഇന്റേണൽ ചേഞ്ച് കിട്ടി. പിന്നെ ഇവിടെ കുറച്ച് ലിക്വിഡിറ്റീസും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ ഈ ഒരു 5 മിനിറ്റിന്റെ പോയിന്റ്, 5 മിനിറ്റിന്റെ ആർ ബി, സോറി ഒ ബി, ആ പോയിന്റ് മേലെ നമ്മൾ ട്രേഡ് നോക്കിയത്. കറക്റ്റ് 1 മിനിറ്റിൽ അത് വന്നിട്ട് എന്ത് ചെയ്തു, അതിന്മേൽ എടുത്തു. ആ ട്രേഡ് എടുത്തിട്ട് എന്ത് ചെയ്തു, മാർക്കറ്റ് ഇറങ്ങി. ഓക്കെ, നമ്മളെ പ്രൈം ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് തന്നെ ആയിരുന്നു, ബയ്യിങ് ട്രേഡ് തന്നെ ആയിരുന്നു. ഓക്കെ, ബയ്യിങ് ട്രേഡ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു, ഇവിടെ നിന്നായിരുന്നു ട്രേഡ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ ഇന്നലെ ലൈവിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഈ ഒരു ലിക്വിഡിറ്റിനെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിൽ ട്രേഡ് എടുക്കാന്നുള്ള. അപ്പൊ ഈ ഒരു സെല്ലിംഗ് ട്രേഡ് കൗണ്ടർ ആണ്. മേ ബി നിങ്ങൾ ഫ്രഷേഴ്സ് പോയിട്ട് നോക്കി കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും അതെന്താവില്ല, കിട്ടൂല. അത് നമ്മൾ എക്സ്പീരിയൻസ്, നമ്മളിങ്ങനെ കൺഫർമേഷൻസും കാര്യങ്ങളും പഠിച്ച എല്ലാ കാര്യങ്ങളും കൂടെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്ത് നോക്കിയത്. അതുകൊണ്ടാണ് നിങ്ങൾ ആ ഒരു ട്രേഡ് കണ്ടപ്പോൾ ഇത് എങ്ങനെ വന്നു എന്നുള്ളത് വന്നു. കൺസെപ്റ്റ് ഒക്കെ സെയിം ആണ്, പക്ഷെ അതിന്റെ മാർക്കറ്റിന്റെ ഉള്ളിൽ പോയിട്ട് എടുക്കുന്ന ട്രേഡ്സ് ആണ്. അത് കൺഫർമേഷൻസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ആ ഒരു ഫ്ലോ മനസ്സിലാക്കിയിട്ട് എടുക്കുന്ന കുറച്ച് അഗ്രസീവ് ട്രേഡ്സ് ആണ്. അപ്പൊ അങ്ങനത്തെ ട്രേഡ്സ് നിങ്ങൾ ഇപ്പൊ എന്ത് ചെയ്യണ്ട, ഫോക്കസ് ചെയ്യണ്ട. അതൊക്കെ അത് അത്രയും എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് ഇപ്പൊ അവരൊക്കെ എന്ത് ചെയ്യുന്നത്, നമ്മളെ സീനിയേഴ്സ് ആയിട്ടുള്ള ട്രേഡേഴ്സ് ഒക്കെ അത് എടുക്കുന്നത്. അത് പറഞ്ഞു തരുന്നുണ്ട്. അവരെടുക്കുന്ന ട്രേഡ് നമുക്ക് എടുക്കുന്നതിന് കുഴപ്പമില്ല, കാരണം അവരെന്തായാലും വെറുതെ നോക്കിയിട്ട് എന്ത് ചെയ്യില്ല, ട്രേഡ് എടുക്കൂല. നല്ല ഓപ്പർച്യൂണിറ്റീസ് മാത്രമേ ഷെയർ ചെയ്യുള്ളൂ. പക്ഷെ പലപ്പോഴും നമുക്കത് എത്തിപ്പെടാൻ കഴിയില്ല, കാരണം അവർ 6-7 വർഷമായിട്ട് ഇതിൽ തന്നെയാണ്. മാർക്കറ്റിന്റെ ഓരോ കാൻഡിൽസും എവിടുന്ന് എങ്ങോട്ട് എങ്ങനെ പോകും എന്നുള്ളത് കറക്റ്റ് അറിയുന്നുണ്ടാവും. അപ്പൊ ആ ഒരു പൾസ് അറിഞ്ഞിട്ടാണ് ആ ഒരു ട്രേഡ് എന്ത് ചെയ്യുന്നത്, അവിടെ അവർ പുഷ് ചെയ്യുന്നത്. പക്ഷെ അത് നമ്മളൊരു 2 മാസം, ഒരു 3 മാസം കഴിഞ്ഞിട്ട് നമ്മൾ പോയിട്ട് നോക്കുന്ന ടൈമിൽ നമ്മൾ ആകെ ടോട്ടൽ എന്താവും, എക്സോസ്റ്റഡ്. അപ്പൊ അങ്ങനത്തെ കോംപ്ലിക്കേറ്റഡ് സാധനം ഇപ്പൊ നിങ്ങൾ നോക്കാണ്ടിരിക്കുക. ഗ്രാജുവലി നമ്മളെ മാർക്കറ്റ് എക്സ്പീരിയൻസ് കൂടുന്നതിനനുസരിച്ചിട്ട് ഇതൊക്കെ എന്തായിക്കോളും, നമുക്കും സിമ്പിൾ ആയിട്ട് വന്നോളും. ഓക്കെ, അതല്ലാണ്ട് ഇപ്പൊ നമ്മൾ അത് അറിയില്ല എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അത് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ ടെൻഷൻ അടിച്ച് നമ്മളെ കയ്യിലുള്ള ഒരു സാധനം നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ മേ ബി നമുക്ക് രണ്ടും കിട്ടാതാവും. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ട്രേഡ്സ് നിങ്ങൾ അങ്ങനെ എന്ത് ചെയ്യാം, ഒന്ന് കാണുക എന്നുള്ളതാണ്. അപ്പൊ ഇതായിരുന്നു അതിന്റെ ബാക്കിലുള്ള ഒരു റീസൺ. പക്ഷെ നമ്മൾ ട്രെൻഡിന്റെ ബേസിൽ നമ്മൾ മെയിൻലി നോക്കുന്നത് അപ്സൈഡ് എൻട്രി ആണ്. അപ്പൊ ഇവിടെ കുറെ ലിക്വിഡിറ്റീസ് ഉണ്ടായത്. അപ്പൊ ഞാൻ പറഞ്ഞു, മാർക്കറ്റിന്റെ മൂവ്മെന്റ് നോക്കിയിട്ട് എന്ത് ചെയ്താൽ മതി, ട്രേഡ് ചെയ്താൽ മതി എന്നുള്ളത് അല്ലെ. അപ്പൊ ഞാൻ ഇവിടെ പ്ലാൻ ചെയ്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ, മാർക്കറ്റ് ഓൾറെഡി ഇവിടെ എന്ത് ചെയ്തു, ലിക്വിഡിറ്റീസ് ഇവിടെ സ്വീപ്പ് ചെയ്തു. ലിക്വിഡിറ്റീസ് സ്വീപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഒരു ഇന്റർണൽ ചേഞ്ച് തന്നിട്ടുണ്ട്. സോ ഇതൊരു സ്ട്രോങ് ഏരിയ ആയി. ഓക്കെ, ഞാൻ 1 മിനിറ്റിലാട്ടോ നോക്കിയത്, കാരണം 5 മിനിറ്റിലും 15 മിനിറ്റിലും അവിടെ ഒന്നും വേറെ ഒരു പോയിന്റും ഇല്ല. സോ 15 മിനിറ്റിൽ നോക്കുന്ന ടൈമിൽ ഇവിടെ എന്തുണ്ട്, ഒരു റിജക്ഷൻ ബ്ലോക്ക് ഉണ്ട്, ആർ ബി പോയിന്റ് ഉണ്ട്. ഓക്കെ, ഞാൻ അതിന്മേലാണ് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി എന്ത് ചെയ്തത്, ഫോക്കസ് ചെയ്ത് നിന്നിരുന്നത്. അതിന് ഇവിടെ 1 മിനിറ്റിലോട്ട് നോക്കുന്ന ടൈമിൽ ഈ ഒരു ആർ ബി ട്ടോ, 1 മിനിറ്റിലോട്ട് നോക്കുന്ന ടൈമിൽ ഇവിടെ അത്യാവശ്യത്തിന് ലിക്വിഡിറ്റീസ് കാര്യങ്ങളുണ്ട്. സോ ഞാൻ ഈ ഒരു സെല്ല് നോക്കുന്നതും ഏതുവരെ നോക്കിയിട്ടുള്ളൂ, ഈ ഒരു പോയിന്റ് വരെ. കാരണം എനിക്കറിയാം ഈ ഒരു പുൾ ബാക്ക് ഇവിടെ എൻഡ് ചെയ്യും.
മാർക്കറ്റ് ഓൾറെഡി എക്സ്പാൻഡ് ചെയ്തു, ഇനി ഒരു പുൾ ബാക്ക്, പിന്നെ നമുക്ക് ഡിസ്കൗണ്ട് പ്രീമിയം ഒക്കെ ആക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെഗിനൊക്കെ എന്ത് ചെയ്യാം, ഡിസ്കൗണ്ട് പ്രീമിയം ഒക്കെ ആക്കാം. ഓക്കെ, അങ്ങനെ വരുന്ന ടൈമിൽ ഇത് മാർക്കറ്റിൽ ഡിസ്കൗണ്ട് എത്തും എന്നുള്ളത് ഉറപ്പാണ്. ഡിസ്കൗണ്ടിൽ നല്ലൊരു വാലിഡ് പോയിന്റ് ഇവിടെയാണ്. അപ്പൊ അതുവരെ നമ്മൾ ഈ ഒരു സെല്ലിന് എന്ത് ചെയ്തിട്ടുള്ളൂ, ടാർഗറ്റ് ചെയ്തിട്ടുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ മേ ബി എന്താകും, നമുക്കതൊന്നും എന്താവില്ല, പ്രോപ്പർ ആക്കിയിട്ട് കിട്ടൂല. സോ മാർക്കറ്റ് ആ പുൾ ബാക്ക് തന്നു, ഈ ഒരു എക്സ്പാൻഷനിൽ നമ്മൾ ട്രേഡ് എടുത്തു. ഓക്കെ, എക്സ്പാൻഷനിൽ നമ്മൾ ട്രേഡ് എടുത്തിട്ട് നമ്മൾ ടാർഗറ്റ് വെച്ചിരുന്ന ഏകദേശം ഏഷ്യന്റെ ഹൈ വരെയൊക്കെയാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ടാർഗറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു പോയിന്റ് വരെ മാർക്കറ്റ് ക്ലിയർലി അതുപോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, പോയിട്ടുണ്ട്. ഇതുവരെ പോയി, പിന്നെ മാർക്കറ്റ് ഒന്നും കൂടെ ഇങ്ങോട്ട് വന്നു, ന്യൂയോർക്കിൽ പിന്നെ ഈ ഒരു ഏരിയ എടുത്തിട്ട് വീണ്ടും എന്ത് ചെയ്തു, മാർക്കറ്റ് പോയിട്ടുണ്ട്. ഓക്കെ, ആ ഒരു ട്രേഡ് ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആണ്, നമ്മളെ ഫ്രെയിം ട്രേഡ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അത് ക്ലിയർലി നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അത്യാവശ്യം റിവാർഡിൽ ടി പി കിട്ടിയിട്ടുണ്ട്. കുറെ ആൾക്കാർ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ മോർണിംഗ് ക്ലാസ് എടുക്കുമ്പോഴാണ് ഈ ഒരു ട്രേഡ് വന്നത്. അപ്പൊ തന്നെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ അവിടുന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ സോ ആ ഒരു ബൈയിങ് പെർസ്പെക്റ്റീവിലാണ് പോകുന്നത്. പിന്നെ ഇത്രയും ലിക്വിഡിറ്റി ഇവിടെ ഉണ്ട്, അതൊക്കെ എന്ത് ചെയ്തു, ഈ ഒരു വരവിൽ അത് കംപ്ലീറ്റ് എടുത്തു. ഇനി ഇവിടെയും ഒരു വാലിഡ് പോയിന്റ് ഉണ്ടായിരുന്നു, കൗണ്ടർ എൻട്രി ആണ്. എന്നിട്ട് പിന്നെ നോക്കണ്ട, അതിന് ഇത്രയും ലിക്വിഡിറ്റീസിനെ ക്ലിയർ ചെയ്ത് ഇവിടുന്ന് ഏഷ്യന്റെ മേലെ 1 മിനിറ്റിൽ ഒരു പോയിന്റ് ഉണ്ടായിരുന്നു, ആ പോയിന്റ് എടുത്തിട്ടാണ് മാർക്കറ്റ് ഇറങ്ങുന്നത്. സോ ആ ഇറങ്ങി ഈ ലിക്വിഡിറ്റീസ് ഒക്കെ ക്ലിയർ ചെയ്തു, പിന്നെ ഇവിടുന്ന് വീണ്ടും മാർക്കറ്റ് കറക്ഷൻ തന്ന് പോവാണ്. സോ മാർക്കറ്റ് അപ്സൈഡ്ക്കാണ് ഇന്ന് നമ്മൾ ചാൻസ് കാണുന്നത്. അപ്സൈഡ് നോക്കുമ്പോൾ ഇവിടെ കുറേ ലിക്വിഡിറ്റീസ് റെസ്റ്റിംഗ് ആയിട്ട് ഏഷ്യന്റെ ഉള്ളിലുണ്ട്. ഇവിടെ ഒരു ഈക്വൽ ലോ ഉണ്ട്, അതിന്റെ താഴെ ഇവിടെ 15 മിനിറ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, നല്ലൊരു പോയിന്റ് റെസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്നുണ്ട്. സോ നമ്മൾ ഇന്നൊരു ബൈ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയയിൽ എന്ത് ചെയ്യാം, ബൈ നോക്കാം. ട്രേഡിംഗ് റേഞ്ച് ഒന്നും മാറിയിട്ടില്ല, സെയിം ട്രേഡിംഗ് റേഞ്ച് ആണ്. സ്വിംഗ് ഹൈ ഇത്, സ്വിംഗ് ലോ ഇത്, അതിന്റെ ഉള്ളിലാണ് ഈ കളികളൊക്കെ കളിക്കുന്നത്. അപ്പൊ ഇന്റേണൽസിനെ ട്രസ്റ്റ് ചെയ്തിട്ട് വേണം ഇന്ന് നമ്മൾ ട്രേഡ് നോക്കാൻ. ആവശ്യത്തിനുള്ള ലിക്വിഡിറ്റീസ് ഇവിടെ ഉണ്ട്, പ്രോപ്പർ വാലിഡ് ആയിട്ടുള്ള പോയിന്റ് ഇവിടെ ഉണ്ട്. അപ്പൊ ഇവിടെ നമുക്കൊരു ബൈ സൈഡ് എൻട്രി എന്ത് ചെയ്യാം, ഇന്ന് ഫോക്കസ് ചെയ്യാം. പിന്നെ സെല്ല് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിൽ തന്നെ ആയിരിക്കും എന്ത് ചെയ്യാം, സെല്ല് ഇറങ്ങുന്നുണ്ട്. പക്ഷെ സെല്ല് അത്ര കണ്ട് നിങ്ങൾ നോക്കണ്ട, കാരണം ട്രെൻഡ് അപ്സൈഡ് ആയതുകൊണ്ട് തന്നെ മേ ബി ഇതൊക്കെ എടുത്ത് പമ്പ് ചെയ്ത് മാർക്കറ്റ് പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ നമ്മൾ ഗോൾഡിന്റെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ ഞാൻ ഇന്നലെ തന്നെ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടുത്തെ പ്രൈസ് ആക്ഷൻ മൂവ്മെന്റ് നോക്കിയതിന് ശേഷം മാത്രം നോക്കിയാൽ മതി എന്നുള്ളത്. പ്രൈസ് ആക്ഷൻ മൂവ്മെന്റ് കിട്ടി, നമുക്ക് ഫേവർ ആയിട്ട് ട്രേഡ് കിട്ടി, നമ്മൾ അതിൽ എന്ത് ചെയ്തു, പിടിച്ചു കയറി അത്യാവശ്യം നല്ല റിവാർഡ് എന്ത് ചെയ്തിട്ടുണ്ട്, ഏൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ട്രേഡ് ഒക്കെ എടുത്തിട്ടുള്ള ആളുകൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ 2 ട്രേഡും കമ്മ്യൂണിറ്റിയിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഓൾറെഡി നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എടുത്തിട്ടുള്ള ആളുകൾ ജസ്റ്റ് ഇതിന്റെ താഴെ എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ആക്കിയിട്ട് അയച്ചോളൂ കേട്ടോ. ദെൻ GBP USD പിന്നെ നമ്മൾ ഇന്നലെ പ്ലാൻ ചെയ്ത ട്രേഡ്. ഓക്കെ, അത് ഇന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇന്നലെ കിട്ടിയില്ല, ഇന്ന് രാവിലെ വന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, അതിമ തട്ടുന്നത്. അത് ഏകദേശം 1:3 എന്നുള്ള ലെവലിൽ അത് ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ട്രേഡ് കേട്ടോ. സോ ഇന്ന് ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ ബൈ സൈഡാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ മാർക്കറ്റ് ഇവിടുന്ന് കുറച്ച് ഇങ്ങനെ ലിക്വിഡിറ്റീസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ഇവിടെ ഉള്ള ഈ ഒരു 15 മിനിറ്റ് ഏരിയനെ നമ്മൾ പ്രിസൈസ് ചെയ്തു. 15 മിനിറ്റ് ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഇതാണ്, അതിനെ നമ്മൾ പ്രിസൈസ് ചെയ്തു. 5 മിനിറ്റിലോട്ടൊക്കെ വന്നിട്ടുള്ള ഈ ഒരു വാലിഡ് പോയിന്റിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എടുത്തിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം, ബൈ സൈഡ് എൻട്രി നോക്കാം. ഓക്കെ, ഇന്നലത്തെ അതേ സെയിം ട്രേഡിംഗ് റേഞ്ച് ആണ്. അപ്പൊ അത് ബേസ് ചെയ്തിട്ട് ഇവിടുന്ന് ഇത്രയും ലിക്വിഡിറ്റീസ് ഉണ്ട്, ഇത് ക്രിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഇവിടുന്ന് ഒരു ബൈ സൈഡ് നോക്കാം GBP USD. ദെൻ EUR USD നമ്മൾ നോക്കാം. EUR USD നമ്മൾ ഇവിടെ ആയിരുന്നു ഇന്നലെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അവിടുന്ന് മാർക്കറ്റ് കിട്ടിയിട്ടില്ല. പിന്നെ ഇവിടുന്ന് തന്നെ ഇന്നലെ ഇന്റേണൽ ചേഞ്ച് വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇവിടുന്ന് ഇങ്ങനെ ഒരു പ്ലാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, ബൈ സൈഡ് നോക്കാന്നുള്ളത്. ആ ഒരു പ്ലാൻ ആണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ളത് അല്ലെ. അപ്പൊ ബൈ സൈഡ്ക്കാണ് ഇന്ന് മാർക്കറ്റ് പോകുന്നത്. അപ്പൊ ആ ഒരു ബൈന്റെ കണ്ടിന്യൂഷൻ കിട്ടുമോ എന്നുള്ളത് നോക്കാം. പിന്നെ ഇവിടെ എനിക്ക് അത്ര ഒരു ഓക്കെ ആയിട്ടൊന്നും തോന്നുന്നില്ല, എന്നൊക്കെ ലിക്വിഡിറ്റി ഫീൽ ഉള്ള ഏരിയ ഓഫ് ഇൻട്രസ്റ്റുകളാണ്. അപ്പൊ ഇവിടുന്ന് മാർക്കറ്റിന്റെ ഒരു പ്രൈസ് ആക്ഷൻ തന്ന് ഇവിടെ വന്ന് അപ്സൈഡ്ക്കുള്ള ഒരു ഇൻഡിക്കേഷൻ ഒക്കെ തന്നു കഴിഞ്ഞാലേ യൂറോയിൽ എന്ത് ചെയ്യുന്നുള്ളൂ, ബൈ സൈഡ്ക്ക് ട്രേഡ് നോക്കുന്നുള്ളൂ എന്നുള്ളതാണ്. അല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റ് താഴത്തോട്ട് തന്നെ വരും. ഇന്റേണൽ ഇങ്ങനെ തന്ന് താഴത്തോട്ട് ഈ ഒരു 4 ഹവറിന്റെ FEG ക്ലിയർ ചെയ്തിട്ട് തന്നെ പോകും. സോ EUR USD നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് വെയിറ്റ് ചെയ്യണം മാർക്കറ്റിന്റെ ബിഹേവിയർ മനസ്സിലാക്കാൻ. സോ ഇതാണ് ഇന്നത്തെ 3 ട്രേഡിംഗ് പ്ലാൻസ്. ഇന്നലത്തെ 2 ട്രേഡ്സിന് നമ്മൾ ബ്രേക്ക് ഡൗൺ നിങ്ങൾ വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അതിൽ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, അത് ബേസ് ചെയ്തിട്ട് നിങ്ങൾ ഒന്ന് ട്രേഡ്സ് പ്ലാൻ ചെയ്യും. ഇങ്ങനെ തന്നെ ആയിരിക്കും നിങ്ങൾ ഇന്ന് മാർക്കറ്റ് നോക്കി കണ്ടിട്ടുണ്ടാവുക. ഓക്കെ, ഇന്നത്തെ പ്ലാൻസ് ഒക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇന്ന് എങ്ങനെ മാർക്കറ്റ് പോകും എന്നുള്ളത് എന്ത് ചെയ്യാം, നാളത്തെ ലൈവിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.